ഹായ് ഗൈസ്, നിങ്ങൾ കാണാൻ പോണത് മൈ ഫ്ലവേഴ്സിത്തെ വാലന്റൈൻസ് വീക്കിന്റെ റഷിംഗ് ആണ്. 13 ദിവസം ചേർക്കും ഉറങ്ങാനും കൂടി പറ്റാതെ പട്ടിപ്പണി എടുത്തതിന്റെ ബ്യൂട്ടിഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെ ഫ്രീസർ അങ്ങോട്ട് ഫുൾ ആയിക്കണം. ഫ്രീസർ എന്നൊക്കെ ഫുൾ ആയിക്കണം, അന്നൊക്കെ നമുക്ക് ഇവിടെ നരകപ്പണിയേക്കാരം ഇതിലാറല്ല നരകത്ത് പോകണമെന്ന് തോന്നുന്നു. സാധാരണ ഉള്ളിൽ 7 ആൾക്കാരാണ് പണിയെടുക്കല്. ഈ ഒരാഴ്ച മാത്രം ഉള്ളിൽ 36 ആൾക്കാരാണ് പണിയെടുക്കുക. കാണുന്ന ആൾക്കാർ മുഴുവൻ പൈസ വാരി കൂട്ടിയ ആൾക്കാരാണ് കേട്ടോ. ഏറ്റവും കുറച്ചുണ്ടാക്കിയ ആൾക്കാർ 200 പൗണ്ടൊക്കെ ആക്കാരം, പിന്നെ 600 700 ഒക്കെ ഉണ്ടാക്കിയോലുണ്ട്. തിരക്ക് പിടിച്ചോടുത്ത് നിൽക്കായിട്ട് യോർക്കും താനും പെട്ടി ഉണ്ടാക്കാനും പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇറക്കി. ഓർക്ക് 15 പൗണ്ടും നമുക്ക് 12 പൗണ്ടും. എങ്ങനെ അതൊക്കെ നടക്കുക? നിങ്ങൾ പറയും, ഇത് ഫെയർ ആണോ? ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൈതാളമാതിരി രാവിലെ കമ്പനി തുറക്കുമ്പോൾ തൊട്ട് കമ്പനി അടക്കണ വരെ പണിയെടുക്കുക. 2 ദിവസം കറണ്ട് ഇല്ലാതെ വരെ ഞങ്ങൾ പണിയെടുത്തു. ഞങ്ങൾ ഒരാൾ എടുക്കുന്ന പണി പോലെ 4 ആൾ കൂടിയിട്ടാണ് എടുക്കുന്നത്. നമ്മളെയും പരിഗണിക്കുന്നു പ്രതീക്ഷ ഇങ്ങനെ നിന്നു. പക്ഷെ പ്രതീക്ഷ മാത്രം ബാക്കിയായി. പൊളിഞ്ഞു കയറൂലേ? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ ഇറങ്ങിപ്പോയി, എന്റെ ബാക്കിൽ സൂപ്പർവൈസർ ഇറങ്ങിപ്പോന്നു. പിന്നെ ഉള്ളവർക്കൊന്നും എന്താ കാട്ടേണ്ടി അറിയില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. ഏതൊരു ബിൽഡിങ്ങിന് സ്ട്രോങ് ആയി നിർത്തുന്നത് അതിന്റെ പില്ലറാണ്. പില്ലർ ഇല്ലെങ്കിൽ ബിൽഡിംഗ് പൊളിഞ്ഞാടും. ബടിയോ സംഭവിച്ചു. വീട്ടിലങ്ങോട്ട് എത്തി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആകെ മിസ് കോളും മെസ്സേജും. നീ ആൽക്കാം ഓൺ വേറെ അറിയൂ കം ബാക്ക്. ഓ മെസ്സേജ് HR-ന് ഇതാണ് ഇവിടെ നടക്കുന്നത്, ഇത് ഫെയർ അല്ല, എത്ര പൈസക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല, ഞാൻ വരും. അരമണിക്കൂറിന്റെ ഡിബേറ്റിന് ശേഷം എത്ര പൈസ തരാ വന്നോ, വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു, നമ്മളെ പണി പ്രോപ്പർ ആയിട്ട് എടുത്തു. നമ്മളും ഹാപ്പി, ഓലും ഹാപ്പി. 13 ദിവസം മരിച്ചു പണിയെടുത്തതിന് മച്ച് മണി കിട്ടി, ഹാപ്പി ആയി. നേരെ ട്രെയിൻ കയറി പെരി പോയി കടന്നുറങ്ങി. അത് കഴിഞ്ഞു.